രീതിയിലൊന്ന് നോക്കിയിട്ട് നിങ്ങളൊന്ന് ചൊല്ലുവാണെങ്കിൽ നിങ്ങൾക്കത് വളരെയധികം അനുഗ്രഹം നിങ്ങളുടെ സംരക്ഷണത്തിനായിട്ടും നിങ്ങളുടെ ശത്രുവിൻ്റെ മുമ്പിൽ നിങ്ങൾക്ക് വിജയം വരിപ്പാനായിട്ടും നിങ്ങൾക്ക് സമൃദ്ധി ലഭിക്കാനായിട്ട് നിങ്ങളുടെ എല്ലാ മേഖലകളിലും നിങ്ങൾക്ക് ഒരു കുറവും ഉണ്ടാകാതെ സമൃദ്ധി ലഭിക്കാനുമായിട്ട് കൂടുതൽ സഹായകരമായിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ മറക്കരുത്. അതേപോലെ തന്നെ ഈ സങ്കീർത്തനം എന്ന് പറയുന്നത് നമുക്ക് മാത്രമല്ല, അത് യഹൂദന്മാർക്കുമുണ്ട്. അപ്പം നമ്മളെക്കാൾ ഏറ്റവും ആദ്യം ഈ യഹോവയായ ദൈവത്തോട് ദാവീദിൻ്റെ ഒരു സങ്കീർത്തനങ്ങൾ ഒക്കെ രചിച്ചായ സങ്കീർത്തനങ്ങൾ ചൊല്ലി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് യഹൂദന്മാരാണ്. അവർ ചൊല്ലുന്നതായ ഒരു രീതിയും അതും ഒരു വ്യത്യസ്തമാണ്. അപ്പോൾ അവർ ഇതിനെക്കാട്ടിലൊക്കെ കൂടുതൽ ഭംഗിയായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ച് അത് ദൈവത്തോട് കീർത്തനം ആലപിക്കുന്നതാണ്. അപ്പോൾ അതിനൊരു സമയവും കാലവും ഒരു രീതിയും ഒക്കെ ഉണ്ട്. അത് കുറേയൊക്കെ നമുക്കതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെക്കുന്നത് നമുക്കും എപ്പോഴും നല്ലതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഇനിയുള്ളത് ഒന്ന് ശ്രദ്ധിക്കുക. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാകുകയില്ല. ദൈവം എനിക്ക് നൽകുന്നവൻ, എൻ്റെ പാനപാത്രം നിറഞ്ഞു കവിയും. ദൈവം എൻ്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് നൽകുന്നതാകയാൽ ഞാൻ ഉദാരനായിരിക്കുകയും കൊടുക്കുകയും ചെയ്യും. ഞാൻ സാമ്പത്തികമായി സുരക്ഷിതനായിരിക്കാൻ ആഗ്രഹിക്കുകയും ആശിക്കുകയും പ്രാർത്ഥിക്കുകയും അങ്ങനെ ആണെന്ന് ഞാൻ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുവഴി എനിക്ക് എൻ്റെ കടങ്ങൾ വീട്ടാനും മറ്റുള്ളവരെ അതിനാൽ അനുഗ്രഹിക്കുവാനും സാധിക്കുകയും ചെയ്യുന്നു. ദൈവം സമൃദ്ധിയുടെ ദൈവമാകുന്നു, എനിക്ക് കുറവുണ്ടാകുകയില്ല. എനിക്ക് എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും എനിക്ക് സമൃദ്ധി ഉണ്ടാകുകയും ചെയ്യും. ആമേൻ. ഇത് നിങ്ങൾ രാവിലെയും കിടക്കുന്നതിന് മുമ്പും ഇത് ഒന്ന് ചൊല്ലി ഒരു 7 times ഒന്ന് ചൊല്ലി, സങ്കീർത്തനം ചൊല്ലിയതിന് ശേഷം ഇത് നിങ്ങളൊന്ന് ചൊല്ലി ഒരു ശീലമാക്കുക. നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ വളരെയധികം ശക്തമായിരിക്കും. അനുഭവങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടാൻ മറക്കരുത്. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. പ്രൈസ് ദ ലോർഡ്.